ചർച്ചയുമില്ല. പോയി പണി നോക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുഖത്ത് നോക്കി ഈ പ്രതികൂല കാലാവസ്ഥയിലും പറഞ്ഞ ഒരു ധീരനായ മനുഷ്യനുണ്ട് ഇറാനിൽ. അതാണ് അലി ലാരിജാനി. കൊല്ലപ്പെട്ട ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ മുഖ്യ ഉപദേഷ്ടാവായിരുന്ന ലാരിജാനിയാണിപ്പോൾ ഇറാന്റെ സകല സൈനിക നടപടികൾക്കും ചുക്കാൻ പിടിക്കുന്നത്. ഇറാന്റെ മാരക പ്രഹരത്തിന് മുന്നിൽ പശ്ചിമേഷ്യ തന്നെ വിറയ്ക്കുമ്പോൾ എന്താണ് അലി ലാരിജാനിയുടെ ചരിത്രമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. പതിറ്റാണ്ടുകളായി ഇറാൻ ഭരണകൂടത്തിന്റെ ശാന്തനും പ്രായോഗികവാദിയുമായ മുഖമായിരുന്നു അലി ലാരിജാനി. 18ാം നൂറ്റാണ്ടിലെ ജർമ്മൻ തത്വചിന്തകനായ ഇമാനുവൽ കാന്തിനെ കുറിച്ച് പുസ്തകങ്ങൾ എഴുതിയും പാശ്ചാത്യ രാജ്യങ്ങളുമായി ആണവ കരാറുകൾ ചർച്ച ചെയ്യുകയും ചെയ്ത വ്യക്തി കൂടിയാണ് അദ്ദേഹം. എന്നാൽ ഈ മാർച്ച് 1 മുതൽ ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന്റെ ശക്തമായ മുഖമായാണ് 67 വയസ്സുള്ള അലി ലാരിജാനി മാറിയിരിക്കുന്നത്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും സംയുക്ത വ്യോമാക്രമണത്തിൽ സുപ്രീം നേതാവ് ആയത്തുള്ള അലി ഖമേനിയും ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് കമാൻഡർ മുഹമ്മദ് പക്പൂറും കൊല്ലപ്പെട്ടതിന് വെറും 24 മണിക്കൂറിന് ശേഷം സ്റ്റേറ്റ് ടെലിവിഷനിൽ പ്രത്യക്ഷപ്പെട്ട ലാരിജാനി ലോകത്തോടായി പറഞ്ഞത് ഇതാണ്: അമേരിക്കയും സയനിസ്റ്റ് ഭരണകൂടവും ഇറാനിയൻ രാഷ്ട്രത്തിന്റെ ഹൃദയത്തെയാണ് തൊട്ടിരിക്കുന്നത്. പകരം നമ്മൾ അവരുടെ ഹൃദയത്തെ കത്തിക്കുക തന്നെ ചെയ്യും. ലാരിജാനിയുടെ ഈ വാക്കുകളാണ് ഇറാൻ സേന ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരിടവേളയും നൽകാതെ വലിയ രൂപത്തിലുള്ള തിരിച്ചടിയാണ് ഇസ്രയേലിന് നേർക്കും അമേരിക്കൻ താവളങ്ങൾക്ക് നേരെയും ഇറാൻ സൈന്യം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു ഇസ്രയേൽ കെണിയിൽ അകപ്പെട്ടുവെന്ന് ആരോപിക്കുന്ന ലാരിജാനി 1979 ശേഷമുള്ള ഏറ്റവും വലിയ പ്രതിസന്ധിയോടുള്ള ഇറാന്റെ പ്രതികരണത്തിന്റെ കേന്ദ്ര ബിന്ദുവായാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത്. ഖമേനിയുടെ മരണശേഷം ഇറാൻ ഭരിക്കുന്ന 3-അംഗ പരിവർത്തന കൗൺസിലിനൊപ്പവും പുതിയ നേതൃത്വത്തിനൊപ്പവും അദ്ദേഹത്തിന് ഒരു പ്രധാന പങ്കുവഹിക്കാൻ കഴിയുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും ചൂണ്ടിക്കാട്ടുന്നത്. ഇസ്രയേലുമായും അമേരിക്കയുമായുള്ള യുദ്ധത്തിൽ ഇറാന്റെ സുരക്ഷാ തന്ത്രത്തിന് നേതൃത്വം നൽകാൻ ചുമതലപ്പെടുത്തിയിരിക്കുന്ന വ്യക്തി കൂടിയായാണ് ഈ പോരാളി മാറുന്നത്. 1958 ജൂൺ 3-ന് ഇറാഖിലെ നജാഫിൽ അമോലിൽ നിന്നുള്ള ഒരു സമ്പന്ന കുടുംബത്തിൽ ജനിച്ച ലാരിജാനി വളരെ സ്വാധീനമുള്ള ഒരു രാജവംശത്തിൽ പെട്ടയാളാണ്. 2009 ടൈം മാഗസിൻ അവരെ ഇറാന്റെ കെന്നഡികൾ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ പിതാവ് മിർസ ഹാഷ്മി അമോലി ഒരു പ്രമുഖ മത പണ്ഡിതനായിരുന്നു. ലാരിജാനിയെ പോലെ അദ്ദേഹത്തിന്റെ സഹോദരന്മാരും ഇറാനിലെ ഏറ്റവും ശക്തമായ ചില സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. അതിൽ ജുഡീഷ്യറിയും വിദഗ്ധരുടെ അസംബ്ലിയും ഉൾപ്പെടുന്നുണ്ട്. 1979 ശേഷമുള്ള ഇറാനിലെ വിപ്ലവകരമായ വരേണ്യവർഗവുമായുള്ള ലാരിജാനിയുടെ ബന്ധവും വ്യക്തിപരമാണ്. 20-ാം വയസ്സിൽ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ സ്ഥാപകനായ റുഹുള്ള ഖോമേനിയുടെ അടുത്ത വിശ്വസ്തനായ മോർട്ടസ മൊദഹാരിയുടെ മകളായ ഫരീദെ മൊഹദാരിയാണ് അദ്ദേഹം വിവാഹം കഴിച്ചിരിക്കുന്നത്. കുടുംബത്തിന്റെ യാഥാസ്ഥിക മതവേരുകൾ ഉണ്ടായിരുന്നിട്ടും അദ്ദേഹത്തിന്റെ മക്കളുടെ പാത വൈവിധ്യപൂർണമായിരുന്നു. ടെഹ്റാൻ സർവകലാശാലയിൽ നിന്ന് മെഡിക്കൽ ബിരുദം നേടിയ മകൾ ഫാത്തിമ അമേരിക്കയിലെ ഒഹായോയിലുള്ള ക്ലീവ്ലാൻഡ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് സ്പെഷ്യലൈസേഷൻ പൂർത്തിയാക്കിയിരുന്നത്. പതിറ്റാണ്ടുകളായി ഇറാനിയൻ ഭരണകൂടത്തിന്റെ ശാന്തനും പ്രായോഗികവാദിയുമായിരുന്ന മുഖമായിരുന്നു അലി ലാരിജാനിയുടേതെങ്കിൽ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനിയുടെ കൊലപാതകത്തിന് ശേഷം ഈ ശാന്തതയൊക്കെ മാറി ഇപ്പോൾ വയലൻസ് മൂഡിൽ എത്തിയിരിക്കുകയാണ്. മതപരമായ സെമിനാരികളിൽ നിന്ന് മാത്രം വന്ന തന്റെ പല സമപ്രായക്കാരിൽ നിന്നും വ്യത്യസ്തമായി ലാരിജാനിക്ക് ഒരു മതേതര അക്കാദമിക് പശ്ചാത്തലവുമുണ്ട്. 1979 അദ്ദേഹം ഷെരീഫ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജിയിൽ നിന്ന് ഗണിതത്തിലും കമ്പ്യൂട്ടർ സയൻസിലും ബിരുദം നേടി. പിന്നീട് ടെഹ്റാൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പാശ്ചാത്യ തത്വചിന്തയിൽ ബിരുദാനന്തര ബിരുദവും ഡോക്ടറേറ്റ് ബിരുദവും നേടിയിട്ടുണ്ട്. ഇതൊക്കെയാണ് എങ്കിലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകളാണ് കരിയർ മാറ്റിമറിച്ചിരിക്കുന്നത്. 1979 വിപ്ലവത്തിന് ശേഷം 1980കളുടെ തുടക്കത്തിലാണ് ലാരിജാനി IRGCയിൽ ചേർന്നത്. സർക്കാരിലേക്ക് മാറുന്നതിന് മുമ്പ് 1994-നും 1997-നും ഇടയിൽ പ്രസിഡന്റ് അക്ബർ ഹാഷ്മി റഫ്സൻജാനിയുടെ കീഴിൽ സാംസ്കാരിക മന്ത്രിയായും പിന്നീട് 1994 മുതൽ 2004 വരെ സ്റ്റേറ്റ് ടിവിയുടെ തലവനായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. IRIBയിലെ ഈ കാലത്ത് ഇറാനിയൻ യുവാക്കളെ വിദേശ മാധ്യമങ്ങളിലേക്ക് ആകർഷിക്കുന്നതിനായി വിവിധ പദ്ധതികളും ആവിഷ്കരിക്കുകയുണ്ടായി. 2008-നും 2020-നും ഇടയിൽ തുടർച്ചയായി 3 തവണ പാർലമെന്റ് സ്പീക്കറായി സേവനമനുഷ്ഠിച്ച ലാരിജാനിക്ക് ഇറാന്റെ ആഭ്യന്തര വിദേശ നയങ്ങൾ രൂപപ്പെടുത്തുന്നതിലും നിർണായക പങ്കാണുള്ളത്. 2005-ൽ ഒരു യാഥാസ്ഥിതിക സ്ഥാനാർത്ഥിയായി ലാരിജാനി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുകയുണ്ടായി. പക്ഷേ 2-ാം റൗണ്ടിൽ ഇടം നേടാനായിരുന്നില്ല. എന്നാൽ അതേ വർഷം തന്നെ ഇറാന്റെ പരമോന്നത ദേശീയ സുരക്ഷാ കൗൺസിലിന്റെ സെക്രട്ടറിയായും രാജ്യത്തിന്റെ മുഖ്യ ആണവ ചർച്ചക്കാരനായും അദ്ദേഹം നിയമിക്കപ്പെടുകയുണ്ടായി. 2025 ഓഗസ്റ്റിൽ ഇറാൻ പ്രസിഡന്റായി മസൂദ് പെസഷ്കിയാൻ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോഴും സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൗൺസിലിന്റെ സെക്രട്ടറിയായി നിയമിച്ചതും ലാരിജാനിയെ തന്നെയായിരുന്നു. ഈ സ്ഥാനമേറ്റതിനു ശേഷം അദ്ദേഹത്തിന്റെ നിലപാട് കൂടുതൽ കഠിനമായി മാറിയെന്നതും ഒരു വസ്തുതയാണ്.
2025 ഒക്ടോബറിൽ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുമായുള്ള സഹകരണ കരാർ ലാരിജാനി റദ്ദാക്കിയതും ഏജൻസിയുടെ റിപ്പോർട്ടുകൾ ഇനി ഫലപ്രദമല്ല എന്ന് പ്രഖ്യാപിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ആ കടുത്ത നിലപാടുണ്ടായിരുന്നിട്ടും ലാരിജാനിയെ പലപ്പോഴും പ്രായോഗികവാദിയായും ഇറാനിയൻ സംവിധാനത്തിനുള്ളിൽ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറായേക്കാവുന്ന ഒരാളുമായാണ് കണക്കാക്കിയിരുന്നത്. നിലവിലെ സംഘർഷാവസ്ഥയ്ക്ക് ആഴ്ചകൾക്ക് മുമ്പ് ലാരിജാനി അമേരിക്കയുമായി പരോക്ഷ ചർച്ചകൾ ഏർപ്പെട്ടിരുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഇറാനെതിരായ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആക്രമണങ്ങൾക്ക് മുമ്പ് അൽ ജസീറയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ചർച്ചകളെക്കുറിച്ചുള്ള തന്റെ രാജ്യത്തിന്റെ നിലപാട് പോസിറ്റീവ് ആണെന്നാണ് ലാരിജാനി വിശേഷിപ്പിച്ചിരുന്നത്. സൈനിക ഓപ്ഷൻ പ്രായോഗികമല്ലെന്ന് അമേരിക്ക തിരിച്ചറിഞ്ഞുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു. ചർച്ചകൾ തേടുന്നത് യുക്തിസഹമായ ഒരു പാതയാണ് എന്ന് അന്ന് പറഞ്ഞ ഈ ഇറാൻ നേതാവിന് തന്നെ ഇനി ഒരു ചർച്ചയുമില്ലെന്ന് പറയേണ്ടി വന്നത് ചർച്ചകൾ മറയാക്കി അമേരിക്ക നടത്തിയ ചതി തിരിച്ചറിഞ്ഞതുകൊണ്ടുകൂടിയാണ്. ഭരണഘടന അനുസരിച്ച് നേതൃത്വ പിന്തുടർച്ച ക്രമീകരിക്കാനുള്ള പദ്ധതികൾ നിലവിലുണ്ടെന്ന് ലാരിജാനി തന്റെ പുതിയ പ്രസംഗത്തിൽ രാഷ്ട്രത്തിന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. നേതാക്കളെ കൊല്ലുന്നത് ഇറാനെ അസ്ഥിരപ്പെടുത്തുമെന്ന് കരുതുന്നത് വ്യാമോഹമാണ് എന്നാണ് അദ്ദേഹം അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഞങ്ങൾ മേഖലയിലെ രാജ്യങ്ങളെ ആക്രമിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, പക്ഷേ അമേരിക്ക ഉപയോഗിക്കുന്ന ഏതൊരു താവളത്തെയും ഞങ്ങൾ ലക്ഷ്യമിടുന്നു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതുതന്നെയാണ് ഇറാൻ സേന ഇപ്പോൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. മുമ്പൊരിക്കലും അനുഭവിച്ചിട്ടില്ലാത്തൊരു ശക്തിയോടെ അമേരിക്കയ്ക്കും ഇസ്രായേലിനും മറുപടി നൽകുമെന്നാണ് ലാരിജാനി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇറാന്റെ പ്രതികരണത്തിലെ സ്വഭാവം മാറുന്നത് ആ വാക്കുകളെ സ്ഥിരീകരിക്കുന്നത് തന്നെയാണ്.